ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു മാങ്ങയെ പരിചയപ്പെടാം. തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം കോട്ടൂർക്കോണം. തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി ഗ്രാമമായ കോട്ടൂർക്കോണം എന്ന ഗ്രാമത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാങ്ങ. നമ്മൾ നട്ടു വളർത്തിയ മാവിൽ നിന്ന് ആദ്യം ഉണ്ടായ മാങ്ങയാണ് ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നത്. നല്ല ഗുണനിലവാരമുള്ള ഒരു നാടൻ മാങ്ങ. കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു മാവിനമാണ് ഈ കോട്ടൂർക്കോണം. ഇതിൻ്റെ തൈ വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അണ്ടി മുളപ്പിച്ച തൈ വാങ്ങരുത്, ബഡ് തൈ വാങ്ങി വെക്കുക. അണ്ടി മുളച്ചതാണെങ്കിൽ 6-7 വർഷം താമസിക്കും പൂത്ത് വരാൻ. നാല് വർഷം മുമ്പാണ് ഈ തൈ വാങ്ങി വെച്ചത്. വാങ്ങുന്ന സമയത്ത് തന്നെ 1 വർഷം പ്രായമുള്ള തൈയാണ്. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 5 വർഷത്തിലധികം പ്രായം ഈ മാവിന് കാണും. വാങ്ങിയ ഉടനെ ഒന്ന് ട്രെയിൻ ചെയ്ത് ഒരു ഷേപ്പാക്കി വെച്ചു. ചുവന്ന മണ്ണും ജലസേചന സൗകര്യമുള്ള ഭൂപ്രദേശവും അതാണ് കൂടുതൽ അനുയോജ്യം. കഴിഞ്ഞ വർഷം ഒരു 2-3 കൊമ്പ് പൂത്തു, പക്ഷേ അതൊന്നും മാങ്ങയായില്ല, എല്ലാം കൊഴിഞ്ഞു പോയി. പക്ഷേ ഈ പ്രാവശ്യം കുറച്ചും കൂടി കൂടുതൽ പൂത്തു. ഉദ്ദേശിച്ചത്ര മാങ്ങ കിട്ടിയില്ല, എന്നാലും കുറച്ച് കിട്ടി. സീസണിൽ കുറച്ച് നേരത്തെ പൂക്കും, അതാണ് ഇതിൻ്റെ ഒരു പ്രകൃതം. തൊലിക്ക് നല്ല കട്ടിയുള്ള ഇനം മാങ്ങയാണ്, അതുകൊണ്ട് പുഴുശല്യം കുറവാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഞാനൊരു നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 3 എണ്ണം എടുത്ത് വെച്ചാൽ 1 കിലോ ആവും. അതാണ് ഇതിൻ്റെ ഒരു ആവറേജ് വെയിറ്റ്. അപ്പോൾ നന്നായിട്ട് മൂത്ത 2 മാങ്ങ കിട്ടി. അതൊന്ന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനുവേണ്ടി നന്നായി കഴുകിയെടുത്ത് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഒരു 5-6 മണിക്കൂർ പുറത്ത് വെക്കുക ഇങ്ങനെ. കാരണം അത് അല്ലെങ്കിൽ ആ വേപ്പർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതിനുശേഷം ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ബാസ്ക്കറ്റിൽ അടച്ചു വെക്കുക. ഒരു ഉരുണ്ട ഷേപ്പാണ് പൊതുവെ. പിന്നെ ചെറിയ അണ്ടിയാണ്, കുറച്ച് ഫൈബർ കണ്ടൻ്റ് ഉണ്ട്, ഒരുവിധം ജ്യൂസി ആയിട്ടുള്ള മാങ്ങ. ഒരു 3 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നന്നായി പഴുത്തിട്ടുണ്ട്. നല്ല സ്മെല്ല്, സുഗന്ധം വരുന്നുണ്ട്. പക്ഷേ തൊലി ഞാൻ ഉദ്ദേശിച്ചതുപോലെ യെല്ലോ കളറായിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല, പക്ഷേ നന്നായി പഴുത്തിട്ടുണ്ട്. പിന്നെ ഈ മാവിൽ നിൽക്കുമ്പോൾ തന്നെ സൺലൈറ്റ് അടിക്കുന്നതിനനുസരിച്ചാണ് ഈ തൊലീൻ്റെ കളറ് മാറ്റം വരുന്നത്. വീട്ടിൽ 2-3 മാവെല്ലാം വെക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുത്തോളൂ. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.